എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ചെയ്യുന്നത് റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ചിക്കൻ ഫ്രൈഡ് റൈസ് ആണ്. എങ്ങനെയെന്ന് ഉണ്ടാക്കി നോക്കിയാലോ. 1.5 ഗ്ലാസ് ബാസ്മതി റൈസ് ഉപ്പും അല്പം ഓയിലും ചേർത്ത് വേവിച്ച് വെച്ചേക്കുന്നത്. ഓയിൽ ചേർക്കുന്നത് ഈ ചോറ് തമ്മിൽ അധികം ഒട്ടാതിരിക്കാൻ വേണ്ടിയാണ്. 1.5 ഗ്ലാസ് ബാസ്മതി റൈസ് വേവിച്ച് വെച്ചേക്കുക. പിന്നെ ചിക്കൻ്റെ ഒരു ബ്രസ്റ്റ്, ഇത് ബോൺലെസ് ആണ്, ക്യൂബായിട്ട് കണ്ടിച്ച് വെച്ചേക്കുന്നു. ഒരു കഷ്ണം ഇഞ്ചി ചെറിയതായിട്ട് അരിഞ്ഞു വെച്ചേക്കുന്നു. ഒരു 10 വെളുത്തുള്ളി അരിഞ്ഞു വെച്ചേക്കുന്നു. ഒരു 100 ഗ്രാം ബീൻസ് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നു. ഒരു വലിയ ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നു. 3 കളറിലുള്ള ക്യാപ്സിക്കമാണ് ഇവിടെ അരിഞ്ഞു വെച്ചിരിക്കുന്നത്. 2 മുട്ട സ്ക്രാമ്പിൾ ചെയ്ത് റൈസിൽ ചേർക്കാൻ. സ്റ്റൗ കത്തിച്ച് പാൻ ചൂടാകുമ്പോൾ ഓയിലൊഴിച്ച് അത് ചൂടായതിന് ശേഷം 2 മുട്ട ഒഴിച്ച് 2 മുട്ട പൊട്ടിച്ചൊഴിച്ച് അല്പം ഉപ്പും അല്പം കുരുമുളകും ഇട്ട് സ്ക്രാമ്പിൾ ചെയ്യണം. ശരിക്കും ഫ്രൈ ആകണേ. ശരിക്കും ഫ്രൈ ആയിട്ട് അത് മാറ്റിയൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കണം. സ്ക്രാമ്പിൾ ചെയ്ത മുട്ട നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചു. അതിന് ശേഷം അല്പം സൺഫ്ലവർ ഓയിലും അല്പം നെയ്യും കൂടെ ചേർത്ത് എണ്ണ ചൂടാകുമ്പോൾ അതിൻ്റെ അകത്തേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും, അത് ഗോൾഡൻ ബ്രൗൺ ആകുമ്പോഴത്തേക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യണം കേട്ടോ. ഗോൾഡൻ ബ്രൗൺ ആകണം. ഇഞ്ചിയും വെളുത്തുള്ളിയും ഗോൾഡൻ ബ്രൗൺ ആയി. ഇനിയും കഴുകി കട്ട് ചെയ്ത് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്യാം. ചിക്കന് വെന്തോന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ ഒരു പിങ്ക് കളർ മാറി വൈറ്റ് കളറിലേക്ക് ആകും. ഇത് വേവിക്കുന്ന സമയത്ത് അല്പം ഉപ്പും കുരുമുളക് പൊടിയും കൂടെ ചേർക്കണം. ചിക്കനൊക്കെ നല്ല ഉണക്ക് വെന്തിട്ടുണ്ട്. അതിന് ശേഷം വെജിറ്റബിൾസ് ആയ ബീൻസും ക്യാരറ്റും നമുക്ക് ചേർക്കാം. ക്യാരറ്റും ചേർത്തു. ഇത് ഒരു ഹാഫ് കുക്കാവുമ്പോൾ കുക്കാവണം. അതിനുശേഷം ബാക്കിയുള്ള ചേർക്കാം. വെജിറ്റബിൾ ചേർത്തതിന് ശേഷം അല്പനേരം അടച്ചു വെച്ച് വേവിക്കണം കേട്ടോ. അതൊന്ന് ശ്രദ്ധയിൽ ഓർത്തോണേ. വെജിറ്റബിളൊക്കെ ഒരു ഹാഫ് കുക്കായിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാപ്സിക്കം ചേർക്കാം. ഇതൊന്ന് ചെറുതായിട്ട് സോട്ട് ചെയ്താൽ മതി. അതിന് ശേഷം റൈസ് ചേർക്കാം. ചില ഉപ്പൊക്കെ ഇടണം കേട്ടോ. ചേർത്തതിന് ശേഷം ഒരു 5 മിനിറ്റ് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന റൈസ് കണ്ടില്ലേ, ഒന്നൊന്നിനോട് തൊടാത്ത രീതിയിൽ. അതാണ് നമ്മൾ കറക്റ്റ് വേവ് അനുസരിച്ച് വേണം ഈ ബിരിയാണി ആയാലും ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമ്പോൾ റൈസ് വേവിച്ചെടുക്കാൻ. നോക്കില്ലേ, ചേർത്ത ക്യാപ്സിക്കമൊക്കെ ശരിക്കും കുക്കായി. അതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരുന്ന റൈസ് ഇതിൻ്റെ അകത്ത് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യുക. അതിന് ശേഷം ബാക്കി സോസുകൾ ചേർക്കണം. 1 ടേബിൾ സ്പൂൺ ഡാർക്ക് സോയാ സോസ് ചേർത്തു.
1 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി സോസ് ചേർത്തു. എന്നിട്ട് ശരിക്കും മിക്സ് ചെയ്യുക. അല്പം പെപ്പർ പൗഡർ ഇടുക. നല്ല കളർഫുള്ളല്ലേ. ഫൈനലായിട്ട് നമ്മൾ സ്ക്രാമ്പിൾ ചെയ്ത് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന എഗ്ഗ് ചേർക്കുകയാണ്, മുട്ട. എന്നിട്ട് ഇത് മിക്സ് ചെയ്യുക. ചേർത്ത് കഴിഞ്ഞു. ഒരു ഫൈനൽ സ്റ്റേജിലായി. നല്ല കളർഫുള്ളായിട്ടുണ്ടല്ലോ, കണ്ടില്ലേ? കൊതി കൂറുന്ന റെസ്റ്റോറൻറ്റുകളിൽ നിന്ന് ലഭിക്കുന്ന അതേ ഫ്രൈഡ് റൈസ്. നമ്മൾ ലാസ്റ്റിൽ അല്പം ഒരു ടീസ്പൂൺ വിനാഗറും കൂടെ ചേർക്കണേ. അതൊരു നല്ല ടേസ്റ്റ് കിട്ടുന്ന സാധനം. നമുക്ക് പ്ലേറ്റിൽ വിളമ്പി കാണാം. റെസ്റ്റോറൻറ്റ് സ്റ്റൈല് ചിക്കൻ ഫ്രൈഡ് റൈസ്. ഇത് വെറുതെ കഴിക്കാൻ സ്പൂൺ കൊണ്ട് കോരി കഴിക്കാൻ നല്ലതാണ്. ആവശ്യമുണ്ടെങ്കിൽ ടൊമാറ്റോ കെച്ചപ്പ് സൈഡായിട്ട് ഉപയോഗിക്കാം. അല്ലെങ്കിൽ തൈര് ഉപയോഗിക്കാം. എല്ലാവരും ഉണ്ടാക്കി നോക്കുക, കഴിച്ച് സന്തോഷമായിട്ടിരിക്കുക. ഇതിൻ്റെ അകത്ത് അമിതമായിട്ടൊന്നും ചേർക്കരുത്. ഈ പറഞ്ഞ അളവിൽ എല്ലാ ഐറ്റങ്ങളും ചേർത്ത് നല്ല രീതിയിൽ ഒരു ഫ്രൈഡ് റൈസ് ഉണ്ടാക്കി കഴിക്കുക. ഇനി അടുത്ത വീഡിയോ കാണാം കേട്ടോ.